Hello, welcome back to Civics Learning. Today we have to discuss grievance procedure. We have already discussed grievance identification and the meaning and the concept of grievance. Today we have to discuss what is grievance procedure in an organization or in a company. It is actually a formal communication between an employee and the management designed for the settlement of a grievance. ഒരു കമ്പനിയിൽ ഓർഗനൈസേഷനിൽ എംപ്ലോയീസ് ആൻഡ് മാനേജ്മെൻറ്റിനിടയിൽ ഗ്രീവൻസ് എറൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് സെറ്റിൽ ചെയ്യുക, ഹൗ ദാറ്റ് ക്യാൻ ബി റിസോൾവ്ഡ്. സോ ഇറ്റ് ഈസ് എ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ എൻ എംപ്ലോയി ആൻഡ് ദ മാനേജ്മെൻറ്റ് ഡിസൈൻ ഫോർ ദ സെറ്റിൽമെൻറ്റ് ഓഫ് എ ഗ്രീവൻസ്. ആ ഗ്രീവൻസ് പരിഹരിക്കാൻ വേണ്ടി, ആ പരാതി പരിഹരിക്കാൻ വേണ്ടിയിട്ട് എംപ്ലോയി ആൻഡ് മാനേജ്മെൻറ്റ് അവർക്കിടയിൽ നടക്കുന്ന ഒരു ഫോർമൽ കമ്മ്യൂണിക്കേഷനാണ് ഗ്രീവൻസ് പ്രൊസീജിയർ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ദർ ആർ ടു സൈഡ്സ്. എംപ്ലോയീസ് കമ്മ്യൂണിക്കേറ്റിംഗ് ദെയർ പ്രോബ്ലം ടു ദ മാനേജ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ്സ് ദേ ഇൻ ബാക്ക് ഗിവ് ദ റെസ്പോൺസസ് ടു ദ എംപ്ലോയി. അത് രണ്ടും അതിൻ്റെ ആ ഒരു ഫോർമൽ കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ ഗ്രീവൻസ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. It is a means of internal dispute resolution by which an employee may have his or her grievances addressed. എങ്ങനെയാണ് ഒരാളുടെ ഗ്രീവൻസ് അഡ്രസ്സ് ചെയ്യപ്പെടുന്നത്? അതിന് ആവശ്യമായി ഒരു കമ്പനിയിൽ നടക്കുന്ന എല്ലാ ഇൻറ്റേർണൽ റെസൊല്യൂഷൻസിനെയും നമുക്ക് ഗ്രീവൻസ് പ്രൊസീജിയർ എന്ന് പറയാം. ഇതിൽ the process will typically involve the employee, union representatives and members of the employers management team. അതായത് ഈ ഒരു ഗ്രീവൻസ് പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ എംപ്ലോയി അതിൽ ഇൻവോൾവ് ചെയ്യും, മാനേജ്മെൻറ്റ് ടീം ഇൻവോൾവ് ചെയ്യും, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി യൂണിയൻ റെപ്രസെൻറ്റേറ്റീവ്സും ഇൻവോൾവ് ചെയ്യും. കാരണം ഇൻ മോസ്റ്റ് കേസസ് ഗ്രീവൻസ് എന്ന് പറയുമ്പോൾ അത് എംപ്ലോയീസ് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനിലേക്ക്, ഒരു യൂണിയനിലേക്ക്, സാധാരണ നമ്മുടെ നാട്ടിലേക്കുള്ള ഒരുപാട് യൂണിയൻസിനെ നമുക്കറിയാം. നമ്മുടെ കേരളത്തിലാണെങ്കിൽ കല്ലിച്ചത്ത് തൊഴിലാളികൾക്ക് യൂണിയൻ ഉണ്ട്. അതുപോലെ ഓരോ കമ്പനികളിലും എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിലും ഒക്കെ അധ്യാപകർക്കിടയിൽ മറ്റു വിവിധ എംപ്ലോയീസിനിടയിൽ അവർ പ്രതിനിധാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ സംഘടനാ മേഖലയിൽ അവരുടെ ഒരു യൂണിയൻ ഉണ്ട്. ആ യൂണിയൻ്റെ റെപ്രസെൻറ്റേറ്റീവും പൊതുവെ ഗ്രീവൻസ് പ്രൊസീജിയറിൽ വരും. ഗ്രീവൻസ് പ്രൊസീജിയേഴ്സ് മേ വൈഡ്ലി വേരി ഫ്രം ഫേംസ് ടു ഫേം. ഓരോ കമ്പനിക്ക് അവരുടേതായ ഡിഫറൻറ്റ് സ്റ്റൈൽ ഓഫ് ഗ്രീവൻസ് പ്രൊസീജിയർ ഉണ്ടാവും. ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ നമ്മൾ അതിൽ വേറെ തന്നെ ഒരു സ്റ്റൈലാണ്, നമ്മൾ അത് ഇന്ന് ഡിസ്കസ് ചെയ്യും. നോർമലി വെൻ വി ജനറലി ലുക്ക് അറ്റ് ഓർഗനൈസേഷൻസ് ദർ ആർ ബേസിക്കലി ടു ടൈപ്സ്. ഓരോ ഫേമിൻ്റെയും ഗ്രീവൻസ് പ്രൊസീജിയർ ഇറ്റ് ക്യാൻ ബി എൻറ്റയർലി ഡിഫറെൻറ്റ്. അങ്ങനെയാണെങ്കിൽ പോലും നമുക്ക് ഒരു ജനറൽ കാറ്റഗറൈസേഷൻ എന്ന രൂപത്തിൽ നമുക്ക് രണ്ട് ബേസിക് മെത്തേഡ്സാണ് പറയാനുള്ളത്. ഓപ്പൺ ഡോർ പോളിസി ആൻഡ് സ്റ്റെപ്പ് ലേഡർ പോളിസി. ഇങ്ങനെ രണ്ട് മെത്തേഡ്സാണ് പറയാനുള്ളത്. ഓപ്പൺ ഡോർ പോളിസി എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഗ്രീവൻസ് ഐഡൻറ്റിഫിക്കേഷനിൽ പറഞ്ഞതുപോലെ മാനേജ്മെൻറ്റ് വളരെ ഓപ്പണായ ഒരു അറേഞ്ച്മെൻറ്റാണ് ഓപ്പൺ ഡോർ പോളിസി എന്ന് പറയുന്നത്. ദേ കീപ് ദെയർ ഡോർസ് ഓപ്പൺ so that any employee or anyone, if they have any problem to be communicated, they can directly come to the CEO or the top level managers and they can communicate. അപ്പോൾ അവിടെ ഒരുപാട് ഇമ്മീഡിയറ്റ് സുപ്പീരിയേഴ്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഫോർ എ ലോവർ ലെവൽ എംപ്ലോയി സൂപ്പർവൈസർ ഉണ്ടാവാം, ഫോർമാൻ ഉണ്ടാവാം, ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സ് ഉണ്ടാകാം, അതിൻ്റെ തൊട്ട് മുകളിൽ മിഡിൽ ലെവൽ മാനേജേഴ്സ് ഉണ്ടാകാം, ഫങ്ഷണൽ മാനേജേഴ്സ് ഉണ്ടാവാം, സീനിയർ മാനേജേഴ്സ് ഉണ്ടാവാം, ചീഫ് എക്സിക്യൂട്ടീവ്. സോ ഈ ഒരു ഓരോ സ്റ്റെപ്പും ബൈപ്പാസ് ചെയ്തിട്ട് നേരെ ചീഫ് എക്സിക്യൂട്ടീവിലേക്ക് പോകാൻ. ബിക്കോസ് ദ കമ്പനി ഹാസ് ദാറ്റ് പോളിസി, ഓപ്പൺ ഡോർ പോളിസി. കമ്പനി ഹാസ് made it already very clear that anyone having any kind of grievance, they can directly approach to the CEO or chief executive officer or any other top authority എന്ന ഒരു പോളിസി ഒരു കമ്പനിക്ക് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെയാണ് ഓപ്പൺ ഡോർ പോളിസി എന്ന് പറയുന്നത്. ഇതിൻ്റെ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്, സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് ലാഡർ പോളിസിയാണ്. ആ പേരിൽ തന്നെ ഉണ്ട് എന്താണ് ആ സാധനം എന്നുള്ളത്. സ്റ്റെപ്പ് ലാഡർ എന്ന് വെച്ചാൽ സാധാരണ ഒരു ഏണിയുടെ അല്ലെങ്കിൽ ഒരു സ്റ്റെയർ കേസിൻ്റെയൊക്കെ സ്റ്റെപ്പ് പോലെ നമ്മൾ 1 by 1 ആയിട്ട് കയറി പോകുന്നു എന്ന മീനിങ്ങിലാണ് ഇത് ഉദ്ദേശിക്കുന്നത്. സോ വാട്ട് ഇറ്റ് മീൻസ് ഈസ് when an employee has a kind of grievance, he has to immediately report to the or communicate the problem to the immediate supervisor. For example, department head, പിന്നെ തൊട്ടടുത്ത് സൂപ്പർവൈസർ, പിന്നെ തൊട്ടടുത്ത് നെക്സ്റ്റ് ലെവൽ മാനേജർ ആൻഡ് ഫൈനലി ദറ്റ് ക്യാൻ ബി റിപ്പോർട്ടഡ് ടു ദി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. എപ്പോഴാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത്? വെൻ ദ പ്രോബ്ലം ഈസ് നോട്ട് സെറ്റിൽ ഡൗൺ. എനിക്കൊരു ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് ടേക്ക് അനദർ എക്സാമ്പിൾ, ഒരു എംപ്ലോയിക്ക് ഒരു പ്രോബ്ലം ഉണ്ടായി, എ കൈൻഡ് ഓഫ് ഗ്രീവൻസ്,
and he has reported to his immediate supervisor. Then if the problem is not settled down, if he didn't get a decision back from his superior, for example, then that problem can be next raised to next communicated to the next level manager. അപ്പോൾ ഒരു പ്രോബ്ലം നമ്മൾ ഒരാളോട് റിപ്പോർട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് സൊല്യൂഷൻ കിട്ടിയിട്ടില്ലെങ്കിലാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അവിടെ നിന്ന് സൊല്യൂഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ ദെൻ ടു ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇതിനാണ് നമ്മൾ സ്റ്റെപ്പ് ലാഡർ പോളിസി എന്ന് പറയുന്നത്. ദി അഗ്രീവ്ഡ് എംപ്ലോയി ഹാസ് ടു ഫോളോ എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ഫോർ ഗെറ്റിംഗ് ഹിസ് ഗ്രീവൻസ് റിഡ്രസ്ഡ്. ഇതാണ് ഞാൻ ഇതുവരെ എക്സ്പ്ലെയിൻ ചെയ്തത്, 1 by 1 ആയിട്ട് പോകുക എന്നുള്ളത്. ഇതിൽ നമ്മൾ അവസാനം ലാസ്റ്റ് എത്തിച്ചേരുന്ന എവിടെയാണ്? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിലാണ്. സ്റ്റിൽ ഇഫ് ദ എംപ്ലോയി ഡിഡ്ന്റ് ഗെറ്റ് എ റിസൊല്യൂഷൻ ഓർ എൻ ആൻസർ ബാക്ക്, what to do? Then there is an option of grievance arbitration. Grievance arbitration എന്ന് വെച്ചാൽ ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ് ചെയ്തിട്ട് ആ ഗ്രീവൻസിന് ഒരു സൊല്യൂഷൻ കാണുക എന്നുള്ളതാണ്. If the aggrieved employee didn't get a satisfied response from the chief executive officer, then he has the final option to carry on with a grievance arbitration, which is a procedure in which a third party settles disputes arising from different interpretations of a labor contract. സാധാരണ ഗ്രീവൻസ് എംപ്ലോയി ആൻഡ് മാനേജ്മെൻറ്റിനിടയിൽ വരുന്ന ഈ ഗ്രീവൻസ് ഫൈനലി സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു തേർഡ് പാർട്ടി, അത് യൂണിയൻ റെപ്രസെൻറ്റേറ്റീവോ അല്ലെങ്കിൽ യൂണിയൻ നിർദ്ദേശിക്കുന്ന നോമിനേറ്റ് ചെയ്യുന്ന മറ്റൊരാളോ അല്ലെങ്കിൽ ഒരു ലീഗൽ സിസ്റ്റത്തിൽ വരുന്ന ഒരാളോ എന്തോ ആവാം, ഒരു ലീഗൽ ആർബിട്രേറ്റ് ആവാം, ഒക്കെ ആവാം. ഗ്രീവൻസ് ആർബിട്രേഷൻ എന്നാണ് നമ്മളതിനെ പറയുക. ഫൈനലി ഒരു തേർഡ് പാർട്ടി അതിനെ സെറ്റിൽ ചെയ്യും. നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ അവസാനം നമ്മളൊരു മധ്യസ്ഥനെ നിർത്താറില്ലേ? രണ്ടുപേര് തമ്മിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരു മധ്യസ്ഥൻ, ഇതുപോലെ നമ്മളൊരു തേർഡ് പാർട്ടി മധ്യസ്ഥനെ നിർത്തിയിട്ട് പ്രശ്നം പരിഹരിക്കുന്നു. ഇതാണ് നമ്മൾ 2 types ഓഫ് ഗ്രീവൻസ് റിഡ്രസൽ എന്ന് പറയുന്നത്. നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് ഇന്ത്യൻ ഇൻഡസ്ട്രിയിലെ ഗ്രീവൻസ് പ്രൊസീജിയറിനെ കുറിച്ചാണ്. ഇന്ത്യക്ക് ഒരു സ്പെസിഫിക് ആയ ഗ്രീവൻസ് പ്രൊസീജിയർ പറയാനുണ്ട്. 1957 നടന്ന ഇന്ത്യൻ ലേബർ കോൺഫറൻസിലാണ് ഇങ്ങനെയൊരു നിർദ്ദേശം ആദ്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത്. അതിൻ്റെ 15ാമത്തെ സെഷനായിരുന്നു 1957 നടന്ന ലേബർ കോൺഫറൻസ്. അതിൻ്റെ നെക്സ്റ്റ് സെഷനിൽ 16ാമത്തെ ലേബർ കോൺഫറൻസിൽ ഇതിനൊരു കൃത്യമായ രൂപരേഖ ഇന്ത്യയിൽ നിലവിൽ വന്നു. എ സ്പെസിഫിക് ഡ്രോൺ അപ്പ്, കൃത്യമായി സ്പെസിഫിക്കായി വരച്ച് കാട്ടാവുന്ന രൂപത്തിലുള്ള ഒരു ഗ്രീവൻസ് പ്രൊസീജിയർ കമ്പനികൾക്ക് വേണ്ടി, ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ട് നിർദ്ദേശിക്കപ്പെട്ടു. Management has, according to that criteria, management has to specify the persons in each department who are to be approached first and the departmental heads who are supposed to be approached in the second step. അത് പ്രകാരം ഒരു ഗ്രീവൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ എംപ്ലോയി ആദ്യം ആരെ അപ്രോച്ച് ചെയ്യണം, എത്ര ദിവസത്തിനുള്ളിൽ ആൻസർ കിട്ടണം, നെക്സ്റ്റ് ആരെ അപ്രോച്ച് ചെയ്യണം, എത്ര ദിവസത്തിനുള്ളിൽ ആൻസർ കിട്ടണം. അങ്ങനെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് ലൈഡർ എന്ന് തന്നെ പറയാം. പക്ഷേ വെറും സ്റ്റെപ്പ് ലൈഡർ അല്ല, ദർ ഈസ് എ സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻ റിഗാർഡിംഗ് ഹൗ മെനി ഡേയ്സ് എ മാനേജ്മെൻറ്റ് or a team has to take for giving the resolution or the answer back. ഇത് പ്രകാരം ഞാൻ നമ്മുടെ ഈ വീഡിയോയിൽ കാണുന്ന രൂപത്തിലുള്ള ഡയഗ്രാമാറ്റിക് ഫോമിൽ ഇത് പ്രകാരം ആദ്യത്തെ സ്റ്റെപ്പിൽ ദ ഗ്രീവൻസ് ഈസ് ടു ബി സബ്മിറ്റഡ് ടു ഡിപ്പാർട്ട്മെൻറ്റൽ റെപ്രസെൻറ്റേറ്റീവ്. ഒരു കമ്പനിയിൽ ഓരോ എംപ്ലോയിയും ഒരു ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കും, ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിലാണല്ലോ വരിക. അതിൻ്റെ ആ ഡിപ്പാർട്ട്മെൻറ്റൽ റെപ്രസെൻറ്റേറ്റീവിനെയാണ് ആദ്യം എംപ്ലോയി അറിയിക്കേണ്ടത്. സോ അക്കോർഡിംഗ് ടു ദിസ് ഇറ്റ് വിൽ ടേക്ക് 48 hours. So he has to give answer, departmental representative has to give answers back within 48 hours. 2 ദിവസത്തിനുള്ളിൽ ആൻസർ കൊടുത്തിരിക്കണം. അതിൽ നിന്ന് സാറ്റിസ്ഫൈഡ് ആയ ഒരു ആൻസർ കിട്ടിയിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് he can report or the grievance can be communicated to the head of the department. ആദ്യം ഡിപ്പാർട്ട്മെൻറ്റൽ റെപ്രസെൻറ്റേറ്റീവ് ആണ്, നെക്സ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡാണ്, ഹു ഹാസ് ടു ഗിവ് ഹിസ് ഡിസിഷൻ വിത്തിൻ 3 days. ആദ്യം 2 ദിവസമാണ്, പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ 3 ദിവസത്തിനുള്ളിൽ ഒരു ഡിസിഷൻ കൊടുത്തിരിക്കണം, ഒരു ആൻസർ കൊടുത്തിരിക്കണം. ഇൻ ദി തേർഡ് സ്റ്റെപ്പ് ദി അഗ്രീവ്ഡ് എംപ്ലോയി if he is not satisfied with the decision of the departmental head, ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് കൊടുത്ത ആൻസറിൽ നിന്ന് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ he can take the grievance to the grievance committee. നെക്സ്റ്റ് ഗ്രീവൻസ് കമ്മിറ്റി, ഓരോ ഓർഗനൈസേഷനും ഒരു ഗ്രീവൻസ് കമ്മിറ്റി ഉണ്ടാവണം. നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ കോളേജിൽ ഒരു റാഗിങ് കമ്മിറ്റി ഉണ്ടാകും, ആൻറ്റി റാഗിങ് കമ്മിറ്റിയൊക്കെ അല്ലേ. അതുപോലെ ഓരോ
കമ്പനിയിൽ ഒരു ഗ്രീവൻസ് കമ്മിറ്റി ഉണ്ടാവണം. ആ കമ്മിറ്റിയിലേക്കാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഈ ഗ്രീവൻസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ആൻഡ് ദ ഗ്രീവൻസ് കമ്മിറ്റി ഷുഡ് മേക്ക് ഹിസ് ഡിസിഷൻ വിത്തിൻ 7 days. അടുത്ത സ്റ്റെപ്പിൽ 7 ദിവസത്തിനുള്ളിലാണ് ആൻസർ കൊടുക്കേണ്ടത്. ആൻഡ് ഇഫ് സ്റ്റിൽ ദ ആൻസർ ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ്, ഐ മീൻ ഇഫ് ദ solution is not given back, or if the decision is not something to satisfy the employee, then the aggrieved employee can communicate his grievance to the CEO, Chief Executive Officer. He has to give his decision back within 7 days. നമ്മൾ ഈ ഡയഗ്രാമിൽ കാണുന്നത് പോലെ 7 ദിവസത്തിനുള്ളിൽ മറുപടി കൊടുത്തിരിക്കണം. ഫൈനലി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിൽ നിന്നും ഒരു കൃത്യമായ സാറ്റിസ്ഫൈയിങ് ആയ ഒരു ആൻസർ കിട്ടിയിട്ടില്ലെങ്കിൽ ദ ഗ്രീവൻസ് can be referred to or communicated to arbitration or third party arbitration, voluntary arbitration. ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഒരു മധ്യസ്ഥത, ഒരു തേർഡ് പാർട്ടി മധ്യസ്ഥൻ വഹിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലോട്ട് ഈ ഗ്രീവൻസ് റിപ്പോർട്ട് ചെയ്യപ്പെടാം. ഇങ്ങനെ ഒരു 5 സ്റ്റേജസ് ആയിട്ടാണ് ഇന്ത്യൻ ഇൻഡസ്ട്രിയിലെ ഗ്രീവൻസ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ദർ ആർ 5 steps. ആദ്യം നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് റെപ്രസെൻറ്റേറ്റീവിനെ അറിയിക്കുന്നു, 2 days. നെക്സ്റ്റ് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിനെ അറിയിക്കുന്നു, 3 days. പിന്നെ നമ്മൾ ഗ്രീവൻസ് കമ്മിറ്റി അറിയിക്കണം, 7 days. പിന്നെ CEO ആണ് അറിയിക്കേണ്ടത്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ, 7 days. ഇഫ് ദ ആൻസർ ഈസ് സ്റ്റിൽ നോട്ട് സാറ്റിസ്ഫൈയിങ് ഓർ നോട്ട് സാറ്റിസ്ഫാക്ടറി ഓർ ദ ഡിസിഷൻ ഈസ് നോട്ട് സംതിങ് ഗുഡ് or it is not good enough to satisfy the employee, then it can be referred back to the voluntary arbitration. ഇത്രയാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.